വയനാട്ടിൽ LDFും UDFും ആഹ്വാനം ചെയ്ത ഹർത്താൽ തുടരുന്നു. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിലെ കേന്ദ്ര അവഗണനയ്ക്കെതിരെയാണ് ഇരു മുന്നണികളും ആഹ്വാനം ചെയ്ത ഹർത്താൽ തുടരുന്നത്. ലക്കിടിയിലും ബത്തേരിയിലും ഹർത്താൽ അനുകൂലികൾ വാഹനങ്ങൾ തടഞ്ഞു. ഏറ്റവും പുതിയ വിവരങ്ങളുമായി സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന്. സുർജിത്ത്, വിശദാംശങ്ങൾ. SKN, ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം കൽപ്പറ്റ ചുങ്കമാണ്. ചുങ്കത്ത് LDF പ്രവർത്തകരും UDF പ്രവർത്തകരും ഒരുപോലെ വാഹനങ്ങൾ തടഞ്ഞ് തിരിച്ചയക്കുന്നുണ്ട്. ഈ വഴിക്ക് വാഹനങ്ങൾ കടത്തി വിടാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. നേരത്തെ ലക്കിടിയിൽ നിന്ന് നമ്മൾ പോയതാണ്. ലക്കിടിയിൽ മാത്രമല്ല, ലക്കിടിക്ക് പുറമുള്ള ചുണ്ടയിലും അതോടൊപ്പം തന്നെ തോൽപ്പെട്ടിയിലും ബത്തേരിയിലും മാനന്തവാടിയിലും എല്ലാം തന്നെ സമാനമായ രീതിയിലുള്ള പ്രതിഷേധം തുടരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. പ്രതിഷേധം ശക്തിപ്പെടുത്താനുള്ള തീരുമാനമാണ് UDFും LDFും നടത്തുന്നത്. എന്തായാലും ഏത് തരത്തിലാണ് പ്രതിഷേധം മുന്നോട്ട് പോകുന്നത്? മുണ്ടക്കൈ ചൂരൽമല ദുരിത കേന്ദ്ര ഗവൺമെൻറ് കാണിക്കുന്ന അനാസ്ഥക്കെതിരായുള്ള UDF പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള ഈ ഹർത്താൽ സമരം ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. അവരുടെ പുനരധിവാസം നടപ്പിലാക്കാൻ കേന്ദ്ര ഗവൺമെൻറ് അടിയന്തരമായി തയ്യാറാകണം, സംസ്ഥാന ഗവൺമെൻറ് തയ്യാറാകണം. ഇത് തയ്യാറായിട്ടില്ലെങ്കിൽ അതിശക്തമായ സമരം വയനാട്ടിൽ നിന്ന് ആരംഭിക്കും എന്നുള്ളതിൻ്റെ സൂചനയാണ് ഈ ഹർത്താൽ ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. എന്തായാലും വ്യാപാരികൾ അടക്കമുള്ളവർ ഇവിടെ ഈ കടകൾ അടച്ച് സഹകരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഭാഗത്ത് LDF പ്രവർത്തകരാണ് ഈ വാഹനങ്ങൾ തടയുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോയിട്ടുള്ളത്. എന്തായാലും പ്രതിഷേധം ശക്തമാകുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഭാഗത്ത് LDF പ്രവർത്തകരാണ് വാഹനങ്ങൾ തടയുന്നത്, മറുഭാഗത്ത് UDF പ്രവർത്തകരിൽ നിന്ന് വാഹനങ്ങൾ തടസ്സപ്പെടുത്തുന്ന ഒരവസ്ഥയാണ് ഉള്ളത്. മാത്രമല്ല, ഈ കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞു കിടക്കുകയാണ്. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം വ്യാപാരികൾ ഉൾപ്പെടെയുള്ളവർ ഈ ഹർത്താലുമായി സഹകരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. എങ്ങനെയാണ് നിങ്ങളുടെ പ്രതിഷേധം മുന്നോട്ട് പോകുന്നത്? പ്രതിഷേധം വളരെ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്. ഹർത്താൽ ജില്ലയിൽ മാത്രമായതുകൊണ്ട് പുറമെ ജില്ലകളിൽ നിന്ന് അറിയാതെ വരുന്ന വാഹനങ്ങളുണ്ട്. അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തിരിച്ചു വിടുന്നുണ്ട്. പൊതുവെ നല്ല ശക്തമായ രീതിയിൽ തന്നെ ഹർത്താലിനോട് പ്രതികരിക്കുന്നുണ്ട്. ഹർത്താൽ പൊതുവെ ആളുകൾ സ്വീകരിക്കുന്നുണ്ട്. എന്താണ് സ്ഥിതി? ആൾക്കാർ സ്വീകരിച്ചല്ലോ. കാരണം ഇവിടെ ഇപ്പോൾ വാഹനങ്ങൾ ഈ ബാംഗ്ലൂരിൽ നിന്നും മൈസൂരിൽ നിന്നും വരുന്നത് മാത്രമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വയനാട്ടിലെ സാധാരണക്കാരും പുറത്തിറങ്ങിയിട്ടില്ല. കടകളെല്ലാം അടച്ചു. ഇത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഹർത്താലാണെന്ന് അവർക്കറിയാം. കാരണം ഈ ദുരന്തം അനുഭവിച്ചവരെ ഒരു സഹായം കൊടുക്കാതെ അവരെ പുച്ഛിക്കുന്ന നിലപാടാണ് BJP ഗവൺമെൻറ് എടുത്തത്. ജനം സ്വീകരിച്ചു കഴിഞ്ഞു. എന്തായാലും ഇതാണ് LDF പ്രവർത്തകരും ഒപ്പം തന്നെ UDF പ്രവർത്തകരും ഒരുപോലെ പറയുന്നത്. വ്യാപാരികൾ പൂർണ്ണമായും സഹകരിച്ചൊരവസ്ഥയുണ്ട്. കാരണം കടകമ്പോളങ്ങൾ പൂർണ്ണമായും തടഞ്ഞു കിടക്കുന്ന ഒരവസ്ഥയാണ്. ഇവിടെ മാത്രമല്ല, അതിർത്തി പ്രദേശങ്ങളിലടക്കം സമാനമായ രീതിയിൽ തന്നെ വാഹനങ്ങൾ തടയുകയും അത്തരത്തിൽ പ്രതിഷേധം അറിയിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. SKN. ഓക്കെ, സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്.